ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി വാനിയൻ വഴിയുടെ ഈ ധ്യാനപരമ്പരയിലേക്ക് ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മളെല്ലാവരും എങ്ങനെയാണ് ഓരോ അസ്തിത്വങ്ങളാകേണ്ടത്, ദൃശ്യവൽക്കരിക്കേണ്ടത് എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. നമ്മുടെ ദൈവം എവിടെയാണ്, അപരൻ എവിടെയാണ് എന്നുള്ള രണ്ട് ചിന്തകളാണ് നമ്മൾ കഴിഞ്ഞ ചിന്തയിൽ പങ്കുവച്ചത്. കാരണം പുനരൈക്യം ഒരു അസ്തിത്വത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതിൽ രണ്ട് പാർട്ടികൾ വേണം. ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ, വേറൊരു പാർട്ടി ഇല്ല. ആ പാർട്ടി മനസ്സിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ പുനരൈക്യം ഒരു വാസ്തവികതയായി മാറില്ല. പുനരൈക്യത്തിന് രണ്ട് പാർട്ടി വേണം. രണ്ട് പാർട്ടിയും യഥാർത്ഥമായ പരിസ്ഥിതികളിൽ പരസ്പരം ദൃശ്യമാകണം. മനസ്സിൽ മാത്രമായാൽ പോരെ. എന്നാൽ മാത്രമേ നമുക്ക് പുനരൈക്യം എന്നുള്ള ചിന്തകളിലേക്കൊക്കെ കടക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം പുനരൈക്യം മനസ്സിൽ മാത്രം നടക്കുന്ന ഒരു സംഗതിയല്ല, മറിച്ച് നമ്മുടെ മധ്യത്തിൽ ദൃശ്യമാകുന്ന, അനുഭവവേദ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു ഫീലിംഗ് പോലും അല്ല. കുടുംബത്തിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, കോൺവെന്റിലായിക്കോട്ടെ, പെർസ്പെക്ടീവുകളിലൊക്കെ ആയിക്കോട്ടെ, രണ്ട് പാർട്ടികൾ ഒന്നിച്ചു വരുമ്പോഴാണ് അവരുടെ വിമുഖതകളെ അവർ കൈവെടിഞ്ഞ് അവർ അഭിമുഖീകരിക്കുമ്പോൾ, അവർ ഒരുമിച്ചിരുന്ന് അവരുടെ ആ ഒരു സാന്നിധ്യത്തെ പോസിറ്റീവായിട്ട് അംഗീകരിക്കുമ്പോഴാണ് പുനരൈക്യത്തിൻ്റെ ആ അനുഭവം അല്ലെങ്കിൽ ബോധ്യങ്ങൾ കടന്നു വരുന്നത്. അല്ലെങ്കിൽ കുടുംബത്തിലെ എല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം, പക്ഷേ അവർ പരസ്പരം ദൃശ്യമാകണമെന്നില്ല. ഒരു ഹോട്ടലിൽ ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തോ നമ്മുടെ മുൻപിലോ ഒക്കെ ഇരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ അവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ടോ? തൊട്ടടുത്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും ആ അപരൻ നമുക്ക് ദൃശ്യമായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, പക്ഷെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടും നമുക്ക് ആ വ്യക്തിയോടൊന്നും തോന്നാത്തതും, ഒരുപക്ഷെ ഒരു ഹായ് പോലും പറയാത്തതും. ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നു, നമ്മളോട് കൂടെ ആളുകളുണ്ടോ? അവരുടെയൊക്കെ അസ്തിത്വങ്ങൾ നമുക്ക് ശരിക്കും ഒരു പ്രസൻസ് ആണോ? ഒരിക്കലുമല്ല. പക്ഷെ ചിലപ്പോൾ ഒരു ബസ്സിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു സുഹൃത്ത് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ സുഹൃത്തായി മാറുന്ന, നിങ്ങളുടെ ജീവിതത്തിന് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു വലിയ പ്രസൻസായി മാറിക്കൂടെ? പുനരൈക്യത്തിന് ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും അപ്പനെയും അമ്മയെയും ഒക്കെ ഒരു പുതിയ വീക്ഷണകോണിൽ നിന്ന് കാണണം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അഭിമുഖീകരിക്കണം. നമ്മൾ പരസ്പരം ദൃശ്യമാകണം. എന്നാലാണ് നമ്മൾ പുനരൈക്യപ്പെടുക. കാരണം പുനരൈക്യം ദീപം പോലെയാണ്. ദീപപീഠത്തിൽ വെച്ച് ജ്വലിക്കുന്ന ദീപം പോലെയാണ് അതിൻ്റെ ഫലം. അപ്പോൾ ആ നല്ല പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിന് മഹത്വം കൊടുക്കും. അതിലൊരു കാണലുണ്ട്. അപ്പം അത് കാണാതെ ആകുമ്പോൾ അപരൻ ശത്രുവായിട്ടൊക്കെ കാണാൻ തുടങ്ങുന്നു, വിമുഖത നിറഞ്ഞു നിൽക്കുന്നു, അപരൻ എന്നെ നശിപ്പിക്കാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഒന്നും മനസ്സിൽ മാത്രമേ പുനരൈക്യങ്ങൾ നടക്കുന്നുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കുക, അത് ചരിത്രത്തിലെ പുനരൈക്യമായാലും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആധ്യാത്മിക പുനരൈക്യമായാലും ഒത്തിരി ആളുകൾ തത്വത്തിൽ പുനരൈക്യം അംഗീകരിക്കുന്നു. നമ്മൾ പുനരൈക്യപ്പെടേണ്ടതാണ്, അതാണ് അതിൻ്റെ വഴി എന്നൊക്കെ വളരെ തത്വത്തിൽ അംഗീകരിക്കുന്നു. പക്ഷേ അതൊക്കെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് ഡൈവേഴ്സുകളായിട്ട് മാറും, കോടതികളിലെ ക്രമപ്പെടുത്തലുകളായിട്ട് മാറും. നമുക്ക് ഭംഗിയായിട്ട് പിരിഞ്ഞു നിൽക്കാം എന്ന് പറയും. ചില സിനിമയിലൊക്കെ പറയുന്ന പോലെ, ഏതൊരു സിനിമ ഞാൻ കണ്ടു, ആ സിനിമയിൽ അവർ വിവാഹമോചനം നേടിയവരാണ്, എന്നാലും ആ വിവാഹമോചനം നേടിയ ഭാര്യയായിട്ട് വലിയ കൂട്ടാണ്. ഈ വിവാഹമോചനം നേടിയ ഭാര്യ വേറൊരുത്തൻ്റെ ഭാര്യയാണ്. പക്ഷെ ഇപ്പം അവർ വലിയ അവരുടെ കുടുംബ സുഹൃത്തുക്കൾ എത്ര. ചിലപ്പോഴൊക്കെ നമ്മുടെ പുനരൈക്യം അങ്ങനെയല്ലേ, നമ്മൾ ബന്ധം വെടിവെച്ചിന് ശേഷം നൗ ക്യാൻ ബി ഫ്രണ്ട്സ് എന്ന് പറയും. ഈ യൂത്തൊക്കെ അങ്ങനെ പറയുന്നോ, ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. നൗ ബി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ യു ആർ നോ മോർ മൈ ലവർ, ബട്ട് ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. അതൊരു നല്ല ശരിപ്പെടുത്തുന്ന പുനരൈക്യല്ലേ.
അതാണ് പല കുടുംബത്തിലും നടക്കണേ. അവരൊക്കെ ഭാര്യ ഭർത്താവാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ക്രമപ്പെടുത്തി നമുക്ക് സുഹൃത്തുക്കളായിട്ട് ജീവിക്കാം. പല്ലളിച്ച് കാണിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നുമല്ല പുനരൈക്യം. അപ്പോൾ ആരോഗ്യവും സമ്പത്തും സേവനവും അതും മനസ്സിൽ മാത്രമല്ല, ഈ സമൃദ്ധി എന്നൊക്കെ പറയുന്നതും നമ്മളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. ഇപ്പം ഞാൻ പറയുകയാണ് ഞാനുണ്ട്, അയാം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ മരവും പറയില്ലേ അയാം. അപ്പോൾ ഒരു പ്ലാവ് പറയണ് അയാം എന്ന് പറഞ്ഞിട്ട് അത് പ്ലാവ് പോലെ നിൽക്കോ? അത് ചക്ക കൊണ്ടുവന്നിട്ട് പറയും ദിസ് ഈസ് മൈ ഫ്രൂട്ട് ടു യു. അങ്ങനെ എല്ലാതും പറയും. ധനം പറയും, ശരീരം പറയും, ഭൂമി പറയും അയാം. അതല്ലെങ്കിൽ കൃഷിയെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും അത് വിളകളില്ലാതെയാകുമ്പോൾ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദെയർ. വെറുതെ കൃഷികൾ നടന്നു. അതിനാണ് നമ്മൾ കാറ്റിനെ പ്രസവിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. സോ പുനരൈക്യ ചിന്തകളുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പിതാവിൻ്റെ മനസ്സിൽ മാത്രമല്ല സമുദായത്തെക്കുറിച്ചുള്ള ചിന്തകൾ കതിരിടാൻ തുടങ്ങിയത്, തൻ്റെ ചുറ്റിനും അദ്ദേഹം അത് കാണാൻ തുടങ്ങി. വേദനിക്കുന്ന മനുഷ്യരെ, അനാഥ കുഞ്ഞുങ്ങളെ, കുടുംബങ്ങളെ. അദ്ദേഹം താണജാതിക്കാർ താമസിക്കുന്ന ബസ്തികളിലൊക്കെ പോയിട്ട് ഒരു ചേട്ടനോട് സംസാരിക്കുന്ന ഒരു കഥയെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഈ തമ്പ്രാക്കളെന്നൊക്കെ അന്ന് വിളിക്കുന്ന കാലങ്ങളായിരുന്നു. പക്ഷെ പിതാവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വെള്ളം കുടിക്കുകയും തിണ്ണയിലിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ വ്യക്തി വളരെ ഇതായിട്ട് അങ്ങ് എൻ്റെ കുടിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ പിതാവ് ആ വ്യക്തിയോട് പറയുന്നു യു ആർ മൈ ബ്രദർ. സോ ആ വ്യക്തി ആകെ മനസ്സിലാകെ ഇതായിട്ട് ബ്രദർ, ഹൗ ക്യാൻ ഐ ബിക്കം യുവർ ബ്രദർ? ബിക്കോസ് പിതാവിന് ആ അപരൻ സഹോദരനായിരുന്നു. സോ ഹി റീച്ച്ഡ് ഔട്ട് ടു ദം വിതൗട്ട് എനി കണ്ടീഷൻസ്. സോ ആ ചിന്തയിൽ നിന്ന് നമുക്ക് ഒരു ചോദ്യം കൂടിയും ചോദിക്കാം. ഈ ദൃശ്യമാകുന്നത് പലതരത്തിലാകാം. ഓക്കെ, ഒരു ഭൂതത്തിനും വേണമെങ്കിൽ ദൃശ്യമാകാം എന്ന് പറഞ്ഞ് വന്ന് പേടിപ്പിക്കാം. അപ്പം എല്ലാ അസ്തിത്വങ്ങളും പുനരൈക്യത്തിലേക്ക് നയിക്കുന്ന സുഖകരമായ അസ്തിത്വങ്ങളാകണമെന്നില്ല. ഇപ്പം പേടിപ്പിക്കാൻ വരുന്നവർ, അവരും യഥാർത്ഥ രീതിയിൽ പേടിപ്പിക്കാൻ വരുന്നതല്ലേ. ഇപ്പോൾ രാത്രി വന്ന് എന്നെ പേടിപ്പിക്കുന്നു. ഒരാൾ പറയണം ആയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗെറ്റ് ഫ്രൈറ്റൻഡ്. അവിടെ പുനരൈക്യം വല്ല വാലും ചുറ്റിക്കൊണ്ട് ഓടും. സോ അസ്തിത്വം എന്ന് പറയുമ്പോൾ അതൊരു പൈശാചിക അസ്തിത്വം വേണമെങ്കിലാകാം. അപരൻ ഒരു രാക്ഷസനെ പോലെയും ആവാം. പേടിച്ച് അരുണ്ടോടും. അവിടെ പുനരൊരിക്കൽ നടക്കില്ല. സോ ആ അസ്തിത്വത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്ന ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഫീലുണ്ട്. ഇറ്റ് സിംപ്ലി ജസ്റ്റ് സെസ് ടു അസ് ഐ ആം വിത്ത് യു. വളരെ ജെന്റിലായിട്ട് നമ്മളെ എനേബിൾ ചെയ്യുന്ന രീതിയിൽ സുഖകരമായ ഒരു അഷ്യൂറൻസ്. ഐ ആം ജസ്റ്റ് വിത്ത് യു, നോ കണ്ടീഷൻസ് അറ്റാച്ച്ഡ്. അവിടെ പുനരൈക്യം തുടങ്ങണേ. പക്ഷേ ഈ ലോകത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അർത്ഥവത്തായിട്ട് അപരനോട് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അത് അപരനെ അനുഭവവേദ്യമാക്കാൻ പലർക്കും കഴിയാറില്ല. എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയില്ല, ഞാൻ എന്നെക്കുറിച്ച് ചിലപ്പോൾ ചിന്തിക്കും. ഈവൻ ആസ് ബിക്കം എ പ്രീസ്റ്റ് വെൻ ഐ ടെൽ ദ പാരിഷണേഴ്സ്, ഞാൻ ഇടവകയിൽ നിന്ന് ഞാൻ അവരോട് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡു മൈ പീപ്പിൾ എക്സ്പീരിയൻസ് ഇറ്റ്? അതിൻ്റെ അർത്ഥത്തിൽ, അതിൻ്റെ ആഴത്തിൽ എനിക്ക് എൻ്റെ ആ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്നതിനെ അനുഭവധ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് സംശയമാണ്. പലപ്പോഴും ത്രോണോസിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഈ എൻ്റെ കേൾവിക്കാർക്ക് ചിലർക്കൊക്കെ ഈ ത്രോണോസ് എന്ന് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് അതെന്താണെന്ന് ഒരു സംശയം വന്നേക്കാം. ബലിപീഠം, ഓക്കെ, മലങ്കറായൻ തിങ്കിങ്ങിൽ ബലിവേദി, ഓൾട്ടർ എന്ന് പറയുന്നതിനെയാണ് ത്രോണോസ് എന്ന് പറയുന്നത്. പിതാവ് ആ വാക്ക് ഒത്തിരി ഉപയോഗിച്ചിരുന്നു. ത്രോണോസിൻ്റെ മുമ്പിൽ കരയുക, ത്രോണോസിൻ്റെ മൂലകളിൽ അല്ലെങ്കിൽ അതിൻ്റെ കൊമ്പുകളിൽ ആശ്രയമെടുക്കുക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ശബ്ദ ത്രോണോസ് മീൻസ് ബലിപീഠം അല്ലെങ്കിൽ ബലിവേദി. ഓക്കെ, അപ്പോൾ ആ ത്രോണോസിൽ ഇരിക്കുന്ന ദൈവം. അത് കഴിഞ്ഞാൽ കുർബാന ചൊല്ലി പടിഞ്ഞാറോട്ടെടുക്കുമ്പോൾ ക്യാൻ ഐ ഏബിൾ ടു ടെൽ മൈ പീപ്പിൾ ഐ ആം വിത്ത് യു. അവസാനം ഒരു ട്രാൻസ്ഫറൊക്കെ കിട്ടി കുറേ നാൾ കഴിയുമ്പോഴാണ് ജനങ്ങൾ പറയുന്നത് ഹി വാസ് ദെയർ ഇൻ ദ പെസ്പെട്രി ബട്ട് ഹി വാസ് നെവർ വിത്ത് അസ്.
The youth tells that priest is never with us. Children tells വലിയ ആൾക്കാരുടെ കൂടെ പോവും, വലിയ മീറ്റിങ്ങിൽ പോവും, ബട്ട് അച്ഛൻ never with us. പക്ഷെ നമ്മൾ ആ പാരിഷിലുണ്ടായിരുന്നു. അപ്പം ഈ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന അർത്ഥതലങ്ങൾ എന്താണ്? അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ചിന്തയാണ് ഇന്ന്. കാരണം പുനരൈക്യത്തിൽ ആഴത്തിൽ ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ധൈര്യമുണ്ട്, അല്ലെങ്കിൽ ആ ദൃശ്യവൽക്കരണമുണ്ട്. ഈ ആധ്യാത്മിക ജീവിതത്തിൽ എല്ലാവർക്കുമൊക്കെ ഇങ്ങനെ ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ചിലരൊക്കെ ഈ ലോകത്തിൽ മാത്രമല്ല ഈ ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറയാൻ കേൾപ്പുകൾ. അവർ മരിച്ചാലും നമ്മളോട് പറയും ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ദാറ്റ്സ് ദ പവർ ഓഫ് പ്രസൻസ് പുനരൈക്യത്തിൻ്റെ. ഈ ഏവുപ്രാസ്യമ്മ എന്ന് പറയുന്ന സിമ്പിൾ കർമ്മലായിട്ട് അദ്ദേഹം ആ സിസ്റ്റർ ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിരുന്നത്രേ, മരിച്ചാലും മറക്കില്ല കേട്ടോ. പക്ഷേ ആ സിസ്റ്റർ ജീവിച്ചിരുന്ന കാലത്ത് എത്ര ആൾ വിചാരിച്ചു ശരിക്കും അത് മരിച്ചാലും മറക്കില്ല എന്ന്. ഇന്ന് ഈ ലോകം മുഴുവനും വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ സഭ ഡിക്ലെയർ ചെയ്തു പറയുന്നു, ആ അമ്മ മരിച്ചെങ്കിലും നമ്മളെ ഒന്നും മറന്നിട്ടില്ല, നമ്മളുടെ മുമ്പിൽ ഇപ്പോഴും പ്രസന്റ് ആയിരിക്കുന്നു, മരിച്ചാലും മറക്കില്ല എന്ന് പറയുന്ന ഞാൻ നിന്നോടുകൂടെ. അതാണ് പുനരൈക്യമൊക്കെ എത്തിച്ചു തരുന്ന ആധ്യാത്മിക തലങ്ങൾ. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വീണ്ടും ആ ദൈവ സ്വഭാവത്തിൽ പങ്കുകാരാകുക എന്ന ചിന്തയിലേക്ക് തിരിച്ചു പോകണം. ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവിലൂടെ ദൈവ സ്വഭാവത്തിൽ പങ്കുകാരാകുമ്പോഴാണ് ഈ കൂട്ടായ്മ അല്ലെങ്കിൽ യൂണിറ്റി എന്ന് പറയുന്ന ദൈവിക ഭാവത്തിലേക്കൊക്കെ വരാൻ നമ്മളെ സഹായിക്കണേ. പിന്നീട് നമ്മളത് കേൾക്കും. യേശുവിൻ്റെ ആ പ്രാർത്ഥന, ദാറ്റ് ദേ മേ ഓൾ ബി വൺ, അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിനൊക്കെ. നമ്മൾ ദൈവ സ്വഭാവത്തെക്കുറിച്ചും ഇപ്പോൾ ചിന്തിക്കണം. ഇവാനിയൻ വഴി ചെന്നെത്തുന്ന തലങ്ങളിൽ നമ്മൾ എങ്ങനെയൊക്കെ ആയിത്തീരും, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ കുടുംബത്തിന് ഒക്കെ എങ്ങനെയാവും, ഈ പുനരൈക്യപ്പെട്ടാൽ അത് എങ്ങനെയൊക്കെ വിടരും എന്നുള്ള ഒരു ഫീൽ ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടണം. അതിന് നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ ചിന്തകളിലേക്ക് പോകാം. വെൻ ഗോഡ് സേസ് ഐ ആം. നമ്മളിവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു, എന്താണ് ദൈവത്തിൻ്റെ പേര്? ഡസ് ഹി ഗോട്ട് എ നെയിം? ദൈവത്തിന് പേരുണ്ടോ? ചിലർ പലതരത്തിലും അത് ദൈവമല്ലേ, അങ്ങനെ ഇങ്ങനെ, അല്ലെങ്കിൽ യേശു എന്നൊക്കെ പറയും. ഓക്കെ, യേശു ഒക്കെ രക്ഷാകരമായ നാം. അതിനു മുമ്പ് ആരായി ദൈവത്തിനോട് അങ്ങയുടെ പേരെന്താ എന്ന് ചോദിക്കാനുള്ള ധൈര്യം കാണിച്ചത്? ചുമ്മാ കയറി ദൈവത്തിനോട് ചോദിക്കുക, വാട്ട്സ് യുവർ നെയിം എന്ന് പറയാൻ മാത്രം ധൈര്യം ഉണ്ടായിരുന്ന വ്യക്തി ആരായിരുന്നു? മോസസ്. മുളർപ്പടർപ്പിൽ തീ പോലെ വന്നിട്ട് ഫറവോയുടെ അടുത്തേക്ക് പോകുമെന്ന് ദൈവം മോശയോട് ചോദിക്കുമ്പോൾ മോശ തിരിച്ചു ഒരു ചോദ്യം ചോദിക്കും. ഓക്കെ, ഫറവോയുടെ അടുത്തൊക്കെ പോകണോണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക്, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഈ ഫറവോ വലിയ രാജാവാണ്. ആ രാജാവ് ചോദിക്കും, ആരാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണേ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടുപോകില്ലേ, അതുകൊണ്ട് അങ്ങയുടെ പേര് പറയണം എന്ന് പറയും. അപ്പോൾ ദൈവം പറയും, നീ പോയിട്ട് ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. ഈ ആക്ച്വലി ഞാനുണ്ട്. ഈ യഹോവ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് അത്, അയാം, ഞാനുണ്ട്. യഹോവ എന്ന് പറയുന്ന മഹത്വമുള്ള ദൈവനാമത്തിൻ്റെ പേര് ഞാൻ നിന്നോട് കൂടിയുണ്ട്, ഐ ആം വിത്ത് യു. പിന്നീട് ഇമ്മാനുവൽ എന്ന പേരിലും ദൈവത്തിൻ്റെ പേരിനെ കാണിക്കും, ഗോഡ് വിത്ത് അസ് എന്ന് കാണിക്കും. ഗോഡ് വിത്ത്, ഐ ആം ജസ്റ്റ് വിത്ത് യു. ദൈവം തൻ്റെ പേരിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് പറയുന്നതാണ് ഐ ആം ജസ്റ്റ് വിത്ത് യു, ഒരു മീനിങ് ഐ ആം വിത്ത് യു. ദെൻ വി ഷുഡ് ആസ്ക്, ഈ ഇസ്രായേലിന് പിന്നീട് ഈ ദൈവം ഐ ആം വിത്ത് യു അല്ലെങ്കിൽ ഐ ആം ആണെന്ന് പറയുമ്പോൾ അവർക്ക് ഇത്രയും ആദരണീയമായിട്ട് തോന്നുമ്പോൾ ഈ സ്ക്രിപ്ചറിൽ, വചനത്തിൽ എവിടെയൊക്കെയോ യാവേ എന്ന് എഴുതിയിരിക്കുന്നത് അവരത് ഉച്ചരിച്ചു പോലുമില്ല. അവരതിന് പകരമായിട്ട് അദോനായി, കർത്താവേ എന്ന് പറഞ്ഞിരുന്നു. യഹോവേ എന്ന് പറയുന്ന ഞാനാകുന്നു എന്നത് അവർ നോക്കുമ്പോൾ അവർ കാണുന്നത് അദോനായിനെയാണ്, കർത്താവ്, ഞങ്ങളെ കരുതുന്ന ദൈവം.
ഇനി ഇസ്രായേലിൻ്റെ മധ്യത്തില് ഈ ദൈവം അവരുടെ ദുഃഖങ്ങളെ കണ്ട് അവരുടെ വേദനകളെ ഒക്കെ കേട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന ഈ ദൈവം ഒരു തത്വമായിരുന്നില്ല ഇസ്രായേലിന്. സോ ഇസ്രായേലിൻ്റെ നടുവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തി ഒരു ജനത്തിനോട് പറഞ്ഞു, ഐ ആം വിത്ത് യു. അപ്പോൾ ഒരു 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 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടന്നു. അത് പുനരൈക്യത്തിലേക്കും ദൈവ സ്വഭാവത്തിലേക്കും നമ്മളെ നയിക്കുന്നതിനുള്ള ചില കീകളാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കി, ഈ ദൈവം എങ്ങനെയാണ് ഇസ്രായേലിനോട് ഐ ആം വിത്ത് യു എന്ന് പറഞ്ഞേ? അങ്ങനെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ഐ ആം വിത്ത് യു എന്ന് പറയണ്ടേ? അല്ലെങ്കിൽ പുനരൈക്യപ്പെടുമ്പോൾ ദി അതർ പാർട്ടിയോട് പറയണേ. അത് സ്നേഹിക്കാനായിക്കോട്ടെ, ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ, സുഹൃത്തുക്കളുടെ ഇടയിലായിക്കോട്ടെ, ടീച്ചറും സ്കൂൾ പിള്ളേരായിക്കോട്ടെ, വൈദികനും ഇടവകക്കാരും ആയിക്കോട്ടെ, ഈ ദൈവിക ഭാവങ്ങൾ നമ്മളിൽ വരണം. എന്നാലേ നമുക്ക് മീനിങ് ഫുള്ളായിട്ട് ആയാം. അതല്ലേ അത് പീഡിപ്പിക്കുന്നു. സോ നിങ്ങളൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ചില പേരുകളുണ്ട് ഈ യഹോവയ്ക്ക്. അതിന് രക്ഷാകരമായ നാമങ്ങൾ എന്ന് പറയും. രക്ഷാകരമായ അസ്തിത്വത്തിൻ്റെ രക്ഷാകരമായ നാമങ്ങൾ. ഈ നാമങ്ങളിലൂടെയാണ് ദൈവം തൻ്റെ ഈ ഞാൻ നിന്നോട് കൂടെയുണ്ട്, അല്ലെങ്കിൽ ഐ ആം വിത്ത് യു എന്ന് പറയുന്നത് പ്രകാശിപ്പിക്കണേ. So now we just begin to think. So you are telling another person, I am with you. ഭാര്യയോടായിക്കോട്ടെ, മക്കളോടായിക്കോട്ടെ, സുഹൃത്തിനോടായി simply say I am with you. How does it become in the first level പ്രകാശമാവുന്നത്, അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ തുടങ്ങും. ഇപ്പം നീ ഒരാളോട് ഐ ആം വിത്ത് യു എന്ന് പറയുക, നീ ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ സ്ഥിതിന് എന്താ അർത്ഥമുള്ളത്? ഐ ആം വിത്ത് യു എന്ന് പറയുന്നത്, ബട്ട് ഒരു സാധനം കൊടുക്കില്ല, ഒരു സമയവും കൊടുക്കില്ല, സാധനവും കൊടുക്കില്ല. ബട്ട് ഉണ്ട്, ഇവിടെ ഉണ്ട്, കൂടിയുണ്ട് എന്നിങ്ങനെ പറയും, പക്ഷെ ഒന്നും കൊടുക്കില്ല. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം ഈ യഹോവ ഈറെ എന്ന് പറയും. ദാതാവാം ദൈവം, കൊടുക്കുന്ന ദൈവം എന്ന് പറയും. സോ ഇസ്രായേലിന് ഈ ഐ ആം വിത്ത് യു എന്ന് പറയുന്ന യഹോവയ്ക്ക് ഒരു വിശേഷണം കൂടി കിട്ടും. അത് കൊടുക്കുന്ന ദൈവമാകും. അപ്പോൾ ദൈവം ഇസ്രായേലിന് സംരക്ഷണം കൊടുത്തു, മന്ന കൊടുത്തു, വെള്ളം കൊടുത്തു. പിന്നീട് ആ കൊടുക്കുന്നതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുന്ന ദൈവം സ്വന്തം പുത്രന് കൊടുക്കാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. അല്ലെങ്കിൽ തൻ്റെ പുത്രനെ കൊടുക്കാൻ തക്കവണ്ണം ഐ ആം വിത്ത് യു എന്ന് പറഞ്ഞു. ഇന്ന് പലപ്പോഴും പുനരൈക്യത്തിലേക്ക് കടക്കാൻ കഴിയാത്തതൊക്കെ യു ആർ നോട്ട് ഏബിൾ ടു ടെൽ ദി അതർ. നോ, ഞാൻ ഒന്നും കൊടുക്കില്ല, എൻ്റെ സമയം കൊടുക്കില്ല, എൻ്റെ സ്നേഹം കൊടുക്കില്ല, എൻ്റെ ക്ഷമയും കൊടുക്കില്ല, എന്നാൽ ഐ ആം വിത്ത് യു എന്ന് പറയുകയും ചെയ്യും. അതൊരു ബുൾഷിറ്റ് അല്ലേ, അല്ലെങ്കിൽ ഒരു ഫ്രൂഡ് വേ ഓഫ് സേയിങ് അല്ലേ. പക്ഷേ ഈ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് കടന്നു പോയി നോക്കുകയാണെങ്കിൽ, ഈ സിംപ്ലി ടേൺഡ് ഇൻ ടു എ ദാതാവ്, കൊടുക്കുന്നവൻ. തൻ്റെ ജീവിതത്തിലെ എല്ലാത്തിനെയും ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഒരു ജനതയുടെ മുമ്പിൽ ഐ ആം വിത്ത് യു എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന ഒരു വലിയ പ്രസൻസ് ആയിട്ട് മാറി. അത് അനാഥ പിള്ളേർക്ക് കൊടുക്കുന്നതോ, അമ്മിച്ചി പശുവിന് പുല്ല് വെട്ടി കൊടുക്കുന്നതോ, ഒരു കുറുക്കനെ എല്ലാവരും തല്ലിക്കൊന്ന് കളയണ കാണുമ്പോൾ അതിനൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ശബ്ദം കൊടുക്കുന്നതോ, ഉടുമുറിയിൽ വന്ന ഒരു പാമ്പിന് വേണ്ടി കുറച്ച് സമയം കൊടുക്കുന്നതോ, കാട്ടിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മദാമിയെക്കുറിച്ച് വേദനിക്കുന്നതോ ഒക്കെ ആയിട്ട് സോ സിമ്പിൾ വേ യു ബിഗിൻ ടു ഗിവ്. ഈ ജസ്റ്റ് ബിഗിൻ ടു ഗിവ്. പിന്നീട് നിങ്ങൾ പുനരൈക്യത്തിൻ്റെ സ്നേഹങ്ങൾ കാണാം. 5 പേരിൽ തുടങ്ങുന്ന ഈ മലങ്കര സഭ കൊടുക്കുന്നതിൻ്റെ പര്യായമായിട്ടല്ലേ വളർന്നു വന്നത്. പിന്നീട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, സ്ഥാപനങ്ങളിൻ്റെ കാര്യത്തിൽ, ഒരു മഹത്വം കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറി. ഇവാനിയോസ് പിതാവിനെ അറിയുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ തുടങ്ങും ഇത്രമാത്രം കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്ന്. ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുകയും ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വെട്ടിപ്പിടിക്കാൻ തുടങ്ങും.
തോൽപ്പിക്കാൻ തുടങ്ങും. എന്നിട്ട് അതിനൊരു 100 കാരണങ്ങളും പറയും കൊടുക്കാതിരിക്കാനായിട്ട്. പക്ഷെ വ്യക്തിയും സമൂഹവും സഭയും സ്ഥാപനങ്ങളും കൊടുക്കുന്നത് നിർത്തുമ്പോൾ, വെട്ടിപ്പിടിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ മ്ലേച്ഛതകൾ അടിഞ്ഞുകൂടാൻ തുടങ്ങും. എന്നിട്ട് വലിയ മിഷൻ സ്റ്റേഷനുകൾ ഉണ്ടാക്കുകയാണ്. വലിയ വീടും പണിത് വലിയൊരു മതിലും കെട്ടി, പിന്നെ അതിന് വലിയൊരു ഗേറ്റും വെച്ചിട്ട് അവിടെ പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്നും പറഞ്ഞിട്ട് ഒരു ബോർഡും തൂക്കിയിടും. എന്നിട്ട് ശത്രുക്കളെ സ്നേഹിക്കാൻ നടക്കുക. കൊടുക്കുന്നവൻ മോളിൽ ആശ്രമം എന്ന് പറഞ്ഞ ഒരു പേര് വെച്ചിട്ട് ഒരാൾക്കും ആശ്രയം കൊടുക്കാത്ത 5 സ്റ്റാർ ഹോട്ടലുകളായിട്ട് മാറുമ്പോൾ എന്ത് ഈറയാണെന്ന് പറയണേ. എന്താ കൊടുക്കണേ സഭ? സമാധാനം പോലും കൊടുക്കാൻ പഠിക്കുന്നില്ല ചില നേരത്ത്. മറ്റുള്ളവരുടെ സമാധാനം കെടുത്തുന്ന, കൊടുക്കാത്ത, യേശുവിനെ കൊടുക്കാത്ത, സമാധാനം കൊടുക്കാത്ത എന്തൊക്കെയായിട്ട് മാറിക്കൊണ്ടിരിക്കണേ നമ്മൾ. അതുകൊണ്ടല്ലേ സഭയ്ക്ക് ഇന്ന് മീനിങ്ഫുള്ളായിട്ട് ഈ ലോകത്തിനോടോ ഇവിടെ ഇടവകക്കാരോട് പോലും ഐ ആം വിത്ത് യു എന്ന് പറയാൻ പറ്റാണ്ടായി. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഒത്തിരി കാറ്റിനെ പ്രസവിക്കുന്ന സ്വാർത്ഥതകൾ നിറയാൻ തുടങ്ങി. യു മസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ് ഗിവിങ് ഗോഡ്, ദാറ്റ് ദാതാവാം ദൈവം. പക്ഷേ ഈ കൊടുക്കലുകൾ ഒരു അനാഥർക്ക് കൊടുക്കുന്ന പോലെ, ഇപ്പം എൻ്റെ കുറേ ഉണ്ട്, ഞാൻ കൊടുക്കണം, ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞൊരു പട്ടിക്കിട്ട് കൊടുക്കണ പോലെ ഇട്ട് കൊടുക്കും. ചിലർ ഇപ്പം പ്രളയം വന്നു, എല്ലാവരും കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയ സാധനങ്ങൾ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളിലും റോഡുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ കുറേ നാൾ കുമിഞ്ഞു കൂടി കിടക്കുന്നുണ്ടായിരുന്നു, ആർക്കും വേണ്ടാന്ന്. അപ്പം എനിക്ക് ആരാണ്ടൊക്കെ പറഞ്ഞു സോഷ്യൽ വർക്ക് പോലെ കുറേ സാധനം കളക്ട് ചെയ്തു, ഞാനും ദാതാവാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ അത് മുഴുവൻ വലിച്ചു വാരി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ടു. ഈ ഡോണ്ട് ബോദർ ഇറ്റിന. പക്ഷെ വിചാരിച്ചു ഞാൻ കൊടുത്തു. അങ്ങനത്തെ കൊടുക്കലല്ല ഈ പുനരൈക്യത്തിലേക്ക് കടത്തുന്ന. അതിന് ഈ രക്ഷാകര നാമത്തിൻ്റെ വേറൊരു നാമം പൊന്തി വരും. യഹോവ റാഫ എന്ന് പറയാം അതിനെ, സുഖപ്പെടുത്തുന്ന ദൈവം. പുനരൈക്യത്തിലേക്ക് കടക്കണമെങ്കിൽ ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രസൻസ് ദാറ്റ് ഷുഡ് ഹീൽ, അത് സുഖപ്പെടുത്തണം. അതല്ലെങ്കിൽ നമുക്ക് പേടിയാവും, നമുക്ക് ത്രട്ടാവും. അപ്പം ആരും വരില്ല, അപ്പം ആരും പുനരൈക്യപ്പെടില്ല. പിതാവ് സുഖപ്പെടുത്തുന്ന ഒരു സാന്നിധ്യമായി മാറിക്കൊണ്ടിരുന്നു. തൻ്റെ ജീവിത വിശുദ്ധിയിലൂടെ മണ്ണിനെയും പുഴയെയും മലകളെയും ഒക്കെ സ്നേഹിക്കുന്ന, തൻ്റെ ചുറ്റുമുള്ളൊരു സമൂഹത്തെ സ്നേഹിക്കുന്ന, കുടുംബത്തെ സ്നേഹിക്കുന്ന, കൊടുക്കുന്ന, സുഖപ്പെടുത്തുന്ന ഒരു ആയാം വ്യക്തിയായിട്ട് മാറിപ്പോയി. പലപ്പോഴും ഇപ്പം കുടുംബത്തിൽ അപ്പൻ അമ്മ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്, മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ അപ്പൻ്റെ പെരുമാറ്റം അല്ലെങ്കിൽ അമ്മയുടെ പെരുമാറ്റം മക്കൾക്ക് സുഖകരമാണോ? ഒരു പുരോഹിതൻ്റെ, ഒരു സുഹൃത്തിൻ്റെ എല്ലാം കൊടുക്കുകയായിരിക്കും, ചോദിച്ച് ശല്യപ്പെടുത്തിയാലോ കൊടുക്കുകയായിരിക്കും. പക്ഷെ ഡു യു ഹീൽ ദി അതർ? നിങ്ങളുടെ പ്രസൻസ് കൊണ്ട് ദി അതർ ഈസ് ഹി ഹീൽഡ്. പിന്നീട് നമ്മൾ സ്പർശങ്ങളെക്കുറിച്ചും സന്യാസങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഈ പോയിന്റിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരും. നമ്മളുടെ സാന്നിധ്യങ്ങൾ ഇതൊക്കെ സുഖപ്പെടുത്തുന്നതാണോ? സഭ ഇന്ന് സുഖപ്പെടുത്തുന്ന, ഹീലാവുന്ന ഒരു പ്രസൻസ് ആണോ? അത് വിഭാജനത്തിൻ്റെയും കലഹങ്ങളുടെയും ഒക്കെ അടയാളങ്ങളായിട്ട് മാറുമ്പോൾ സഭയും സഭയുടെ ആധ്യാത്മികതയും ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറയുന്ന അർത്ഥതലങ്ങളെ വരെ നശിപ്പിച്ച് സുഖപ്പെടുത്താതെ അതൊരു പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ വളരുമ്പോൾ സഭയുടെ അടിയിൽ മ്ലേച്ഛത ഊറിക്കിടക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെ കാണുകയും മണക്കുകയും ചെയ്യണം. മാർ യുവനാസ് പിതാവ് സുഖപ്പെടുത്തുന്ന, മുറിവുണക്കുന്ന, പുനരൈക്യപ്പെടുത്തുന്ന ദൈവ സ്വഭാവത്തിൽ പങ്കുകാരനായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. പുത്തൻകോർ സമുദായത്തിൻ്റെ ചരിത്രം സുഖപ്പെടുത്തുന്ന, മുറിവുണക്കുന്ന ഒരു അസ്തിത്വമല്ലായിരുന്നു. അവിടെ ഊറിക്കിടന്ന മ്ലേച്ഛതകൾ കാണുകയും മണക്കുകയും ചെയ്യുന്നത് സുഖപ്പെടുത്തുന്ന അനുഭൂതിയുമല്ലായിരുന്നു. തന്നെ വിളിച്ചവനെക്കുറിച്ചുള്ള അറിവ് പിതാവിനെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ചിലർക്കൊക്കെ തോന്നി അത് വിട്ടുകൊടുക്കുന്നതും തോറ്റുകൊടുക്കുന്നതുമാണെന്ന്. പക്ഷെ ചില വിട്ടുകൊടുക്കുന്നതിലും തോറ്റുകൊടുക്കുന്നതിലുമല്ലേ സുഖപ്പെടുത്തുന്ന ആയാം വിദ്യു വിടർന്നു വരുന്നത്.
ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒന്നിപ്പിക്കുന്ന സന്യാസത്തിൻ്റെ യാഗാഗ്നിയിൽ നിന്നായിരിക്കാം ഈ സുഖപ്പെടുത്തുന്ന ആ സ്വഭാവം ബിഗിൻ ടു കം. നിങ്ങൾ കൊടുക്കുന്നത് എന്ത് സാധനങ്ങളുമായിക്കോട്ടെ, പക്ഷേ നിങ്ങൾ കൊടുക്കുന്നത് അപരനെ സുഖപ്പെടുത്തുന്നുണ്ടോ? നിങ്ങൾക്ക് കുറേ ഉണ്ട്, അതുകൊണ്ട് എവിടെയെങ്കിലും വലിച്ചെറിയണം, അങ്ങനെയല്ല ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന പുനരൈക്യപ്പെടുത്തുന്ന സാമീപ്യങ്ങളിലേക്ക് വളരുന്നത്. പക്ഷെ നമ്മളിവിടെ ചോദിക്കണം, ഈ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്നത് കൊടുക്കുന്ന സുഖപ്പെടുത്തുന്നത് മാത്രമായിട്ട് നിൽക്കോ? അപരനെ കാണുമ്പോൾ, അവൻ വഴിതെറ്റി എന്ന് കാണുമ്പോൾ അവനെ നയിക്കില്ലേ? അതാണ് യഹോവ റാ എന്ന് പറയുന്നത്. നല്ല ഇടയനായ യഹോവ, നയിക്കുന്നവൻ. മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും നയിക്കുന്നവൻ, ജലാശയത്തിലേക്കും പുൽത്തകിടികളിലേക്കും നയിക്കുന്നവൻ, ആത്മാവിനെ വീണ്ടും ദിവ്യ അനുഭൂതികളിലേക്ക് കൊണ്ടുപോകുന്നവൻ, ശത്രുക്കളുടെ മുമ്പിലും മേശയിട്ട് അവനോട് ഇരിക്കാൻ പറയുന്നവൻ, നയിക്കുന്നവൻ കൂടിയാണ്. വെനീഷേ, ഐ ആം വിത്ത് യു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ ഗൈഡ് ചെയ്യണം. ആ വ്യക്തിക്ക് ഒരു ഷെപ്പേർഡായിട്ട് മാറണം. ഇന്ന് എത്ര അച്ഛന്മാരുണ്ട് നമ്മുടെ പള്ളികളിലൊക്കെ, ശരിക്കും നയിക്കുന്നവർ, ഭരിക്കാനുള്ള ആ ഭാവം മുന്നോട്ട് കയറി നിൽക്കുമ്പോൾ, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ജനത്തെ നയിക്കാൻ, കൂട്ടുകാരനെ നയിക്കാൻ, കുടുംബത്തെ നയിക്കാൻ. പലപ്പോഴും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ഒരു അപ്പൻ, കുടുംബനാഥൻ പറയുമ്പോൾ അത് വളരെ നിസ്വാർത്ഥപരമായി കൊടുക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൂടെ ഐ ആം വിത്ത് യു എന്ന് പറയുന്നു. സുഖപ്പെടുത്തുന്ന അമ്മയുടെ പ്രസൻസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും നയിക്കുന്ന മാതാപിതാക്കളെ കുടുംബത്തിൽ കാണാറില്ല. അവർ ഞാൻ നിന്നോട് കൂടിയുണ്ട് മക്കളെ എന്ന് പറയുമ്പോൾ കുറേ ഉണ്ടാക്കി തിന്നാൻ കൊടുക്കുക. ഓക്കെ, അവർ അസുഖങ്ങൾ വരുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് അവരോട് കൂടിയായിരിക്കുക. പക്ഷെ ആ മക്കളെ നയിക്കുന്ന ഞാൻ നിന്നോട് കൂടെ, പുനരൈക്യപ്പെടണമെങ്കിൽ അങ്ങനെയും ചെയ്യണം. പുനരൈക്യപ്പെടണമെങ്കിൽ ഒരു ജനതയെ നയിക്കണം. ബിക്കോസ് പലരും വഴിതെറ്റിയതാണ്, വിമുഖരായി വഴിതെറ്റിപ്പോയത് കൊണ്ടാണ് ഈ മക്കൾ വിമുഖരായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണേ. അവരെ കൈപിടിച്ച് തിരുത്തണം. പക്ഷെ അതിനൊന്നും നമുക്ക് സമയമില്ല. നമ്മുടെ കുടുംബത്തിലൊന്നും അതിന് സമയമില്ല. പിന്നെ വെറുതെ മക്കൾ ഒരുമിച്ച് ജീവിക്കുമോ? കുടുംബത്തിൽ പുനരൈക്യം ഉണ്ടാവോ? അവിടെ നയിക്കുന്ന ഭാവം കൂടി വരണം. ഇസ്രായേലിനെ ദൈവം നയിക്കുന്നത്, അവർ സ്റ്റബേൺ ആളുകളായിരുന്നു എന്ന് പറയണേ. വാശി പിടിച്ച, സ്റ്റിഫ് നെക്ഡ് ആയിട്ട് സ്റ്റബേൺ പീപ്പിൾ എന്ന് മോസസിനോട് പറയുന്ന. എൻ്റെ മോസസെ, നീ വിചാരിക്കണതിന് മുമ്പ് തന്നെ ഞാൻ ഈ ജനത്തിനെ പറ്റി കേട്ടിട്ടുണ്ട്. ദേ ആർ എ സ്റ്റിഫ് നെക്ഡ് പീപ്പിൾ. പക്ഷെ മരുഭൂമിയിലൂടെ നടത്തി. പിന്നീട് ആ ഭാവത്തിൻ്റെ വളർച്ചയിൽ യേശു പറയും, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറയും. അത് നഷ്ടപ്പെടരുത്. ആ നല്ല ഇടയൻ നിലനിൽക്കുമ്പോഴേ പുനരൈക്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. ഇവാനിയൻ വഴിയിലേക്ക് കടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ചിന്തിക്കണം, എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ഇടവകയിലൊക്കെ ഞാൻ അവരോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്ന, സുഖപ്പെടുത്തുന്ന, കൈപിടിച്ച് നടത്തുന്ന ഒരു പ്രസൻസ് ആണോ? അങ്ങനെ ആവണം. അതിൽ കുറഞ്ഞാൽ പുനരൈക്യത്തിൻ്റെ എലമെൻ്റുകളില്ലാതെ വീണ്ടും വിമുഖതയൊക്കെ നിറഞ്ഞു നിൽക്കും. നമുക്ക് അല്പം കൂടി ഉള്ളിലേക്ക് കടന്നുപോയി നോക്കാം. പുനരൈക്യത്തിൻ്റെ അല്ലെങ്കിൽ ഇവാനിയൻ തിങ്കിങ്ങിൻ്റെ ഒരു ലെവലും കൂടി താഴ്ത്തു പോയിട്ട്, അങ്ങനെ നമ്മൾ ഐ ആം വിത്ത് യു എന്ന് പറയുമ്പോൾ, ദി അതറിനോട് ഐ ആം വിത്ത് യു എന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്നതോ സുഖപ്പെടുത്തുന്നതോ നയിക്കുന്നതോ മാത്രമല്ല, യു വിൽ ബിക്കം ദ റെഫറൻസ് ടു ഹിം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ സഭയ്ക്ക് യഹോവ അങ്ങനെ ഒരു പേരിലൂടെ അറിയപ്പെടാൻ തുടങ്ങും. യഹോവ തിഷ്കോണു എന്നാണ് ആ പേര്. ദൈവമാണ് എൻ്റെ ധാർമ്മികത, ദൈവത്തിൻ്റെ തെറ്റും ശരിയുമാണ് എൻ്റെ തെറ്റും ശരി. അങ്ങനെ യഹോവയുടെ തെറ്റും ശരിയും ഒരു ജനത്തിൻ്റെ തെറ്റും ശരിയായി. യഹോവ പറഞ്ഞു ഇത് ചെയ്യരുത്, ജനം പറഞ്ഞു, യഹോവ പറഞ്ഞു വി വിൽ നോട്ട് ഡു, ഐ ആം വിത്ത് യു. ഒരു ജനത്തിൻ്റെ കൂടെ ദൈവവും ദൈവത്തിൻ്റെ കൂടെ ജനവും, ആ ദൈവത്തിൻ്റെ നിയമങ്ങൾ എഴുതപ്പെട്ട ഹൃദയങ്ങളും.
ഇന്ന് എത്ര കുടുംബങ്ങളിൽ അപ്പന് പറയാൻ കഴിയും എൻ്റെ തെറ്റും ശരിയാണ്, എൻ്റെ മക്കളുടെ തെറ്റും ശരിയെന്ന്? എത്ര വൈദികന്മാർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും എൻ്റെ തെറ്റും ശരിയാണ്, എൻ്റെ ഇടവകയുടെ തെറ്റും ശരിയെന്ന്? We are no more presence. We are no more presence now. ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയും, നിന്റെ സുഹൃത്തിന് നീ ഒരു റെഫറൻസ് അല്ലാകുകയും ചെയ്യണമെങ്കിൽ പിന്നെ എന്തോന്ന് നീയുണ്ട്? എന്തെങ്കിലും വിശക്കുമ്പോൾ ഒരു ദോശ മേടിച്ചു തരാനാ, അല്ലെങ്കിൽ ഒരു വാക്കിംഗ് ATM ആവാനാ? അതാണോ? അതല്ലല്ലോ. ഇന്ന് സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു മ്ലേച്ഛതയായിട്ട് ഞാൻ കാണുന്നത്, സഭ ഈ ലോകത്തിന് നോ മോർ എ റെഫറൻസ്. ഈ ലോകത്തിൻ്റെ തെറ്റും ശരിയുടെ അളവ് പോലും അപ്പോൾ സഭയല്ല. ചാനൽ ചർച്ചകളിലും റിയാലിറ്റി ഷോകളിലും അത് സെറ്റ് ചെയ്യപ്പെടുന്നത്. സഭ പോലും അതിനെ നോക്കിയിരിക്കുക. പക്ഷെ അതൊക്കെ ധാർമ്മികതയുടെയും തെറ്റും ശരിയുടെയും ഒക്കെ അളവുകോലുകളും റെഫറൻസുകളൊക്കെ മാറിക്കഴിയുമ്പോൾ പുനരൈക്യം വരില്ല. പുനരൈക്യം വരണമെങ്കിൽ ഇത് അധറിനെ നയിക്കാനും കൂടിയുള്ള ആർജവം വരണം. ആ ആർജവത്തിൽ അത് അവരുടെ തെറ്റും ശരിയും എൻ്റെ തെറ്റും ശരിയുമാകണം. അതല്ലെങ്കിൽ മെത്രാൻ്റെ കയ്യിൽ നിന്നൊരു സാധനം പോയിട്ടുണ്ടെങ്കിൽ അത് ഇടവപ്പള്ളിയിലെ ആൾക്കാർ വായിക്കു പോലുമില്ല. ഒരു സിസ്റ്ററിൻ്റെ ട്രാൻസ്ഫർ ലെറ്റർ പോയിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലെ സിസ്റ്റർ അത് സ്വീകരിക്കു പോലുമില്ല. ഈ അനുസരണ എന്നൊക്കെ പറയുന്നത് ഒരു രഹസ്യമല്ലേ? മറ്റുള്ളവൻ എൻ്റെ തെറ്റും ശരിയുടെയും റെഫറൻസ് ആണെന്ന് കാണുമ്പോൾ മാത്രമല്ലേ അനുസരിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അനുസരിക്കില്ല. പിന്നെ വേറെ തരത്തിലുള്ള അനുസരണങ്ങളും മാനിപ്പുലേഷനുകളും ഒരു തരം അൺഹോളി അലയൻസുകളൊക്കെയാണ്. അതല്ലെങ്കിൽ അപരനിൽ നമ്മൾ തെറ്റും ശരിയും മനസ്സിലാക്കും. സഭയിൽ അത് മനസ്സിലാക്കണം. അപ്പോഴല്ലേ നമ്മൾ പറയുന്നത് കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വിശുദ്ധിയുടെയും നൈർമല്യത്തിൻ്റെയും മാർഗം പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ എന്ന്. സഭയ്ക്ക് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. സഭയുടെ ആ ധാർമ്മിക പ്രബോധനങ്ങളിലെ മൊറാലിറ്റികളിലെ കുറിച്ചൊക്കെ ഇത്രമാത്രം ഡിസ്കഷനുകൾ വരുന്ന ഒരു സമയം. അല്ലെങ്കിൽ പണ്ടൊരു അച്ഛനൊരു കാര്യം പറഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്, ഫാദർ ഹാസ് സെഡ്, ദാറ്റ്സ് ഇറ്റ്. എൻ്റെ ഗാവുകളിലൊക്കെ അവർ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരെ സംബന്ധിച്ച് ആ ഏരിയയിലുള്ള ധാർമ്മികനായ ഒരു വ്യക്തിയാണ് ഈ കത്തോലിക്ക പാരിഷ് പ്രീസ്റ്റ്. അപ്പോൾ വില്ലേജിലൊരു പ്രശ്നം ഉണ്ടായിട്ട് അവർക്കത് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ പറയും നമുക്ക് അച്ഛനെ വിളിച്ചു വരുത്താം. കാരണം അവർ വിചാരിക്കുന്നത് അച്ഛൻ തെറ്റും ശരിയെയും കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നീട് ആ ഗാവിലെത്തുന്ന ഞാൻ അവർ രണ്ടു കൂട്ടരെയും കേട്ട് ഞാൻ പറയാണ് ഇത് ശരിയാണ്, ഇത് തെറ്റല്ല. അവർ പറയും അച്ഛൻ പറഞ്ഞു, ഫിനിഷ് ദ ഡിസ്കഷൻ. ഇന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കോർട്ടിൽ കേസ് കൊടുക്കും. പിന്നെ അച്ഛൻ ചെന്നതുകൊണ്ടാണ് പിന്നെ അവിടുത്തെ പ്രോബ്ലം ആയാൽ. അവർ തന്നെ എങ്ങനെയും തല്ലുകൂടി ഒരെണ്ണം തന്നെ തല്ലിക്കൊന്ന് കാര്യങ്ങൾ ക്ലോസ് ചെയ്യിപ്പിച്ചേനെ. ഇപ്പം നമ്മളവിടെ പോയി കാരണം കാര്യം പ്രോബ്ലമായി. കാരണം നമ്മൾ നോ മോർ കൺസിഡർ ആസ് റെഫറൻസസ്. കാരണം വിശുദ്ധി അല്ലാതെ സഭയ്ക്ക് വേറെ ഏതെങ്കിലും ആകർഷണമുണ്ടോ? സോ നമ്മൾ ഇവാനിയോസ് പിതാവിനെ പോലൊരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ആ വ്യക്തി ഒരു ജനത്തിൻ്റെ ധാർമ്മികതയുടെ തിഷ്കോണുമായി, അല്ലെങ്കിൽ ആ പേരിൽ തന്നെ പിതാവ് പറഞ്ഞു ദാറ്റ്സ് ഇറ്റ്. പിതാവിൻ്റെ തെറ്റും ശരിയും ഒരു ജനത്തിൻ്റെ തെറ്റും ശരിയായി. അപ്പോൾ ഞാൻ ഇങ്ങനെ പുനരൈക്യത്തെ പറ്റിയൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു അപ്പച്ചൻ പറയുന്ന കാര്യം, മറിയൂസ് പിതാവ് അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ റോമായിലേക്ക് പോവുകയാണെങ്കിൽ താൻ എൻ്റെ കൂടെ നിൽക്കണോ? അപ്പോൾ ആ വ്യക്തി ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു, പിതാവ് റോമയിലേക്ക് പോയിട്ട് ഒരു ബന്ധിങ്ങിട്ടുണ്ടെങ്കിൽ ഞാൻ 2 ബന്ധിങ്ങിടും. ദാറ്റ്സ് ഇറ്റ്, നോ അതർ ക്വസ്റ്റ്യൻ. പിതാവ് ഏത് വഴിയിലാണോ നീങ്ങിയത് അതാണ് സത്യത്തിൻ്റെ വഴിയെന്ന് ഒരു ജനതയ്ക്ക് മനസ്സിലാവാൻ കഴിയുകയാണ്. പിതാവ് ഒരു വലിയ തിഷ്കൂണായി മാറിയിരുന്നു. തൻ്റെ സന്യാസത്തിൽ സ്ഫുടം ചെയ്ത ആ വ്യക്തി ചുറ്റുമുള്ള വ്യക്തികളിലേക്ക് ആ തെറ്റിനെയും ശരിയെയും കടത്തിവിടാൻ തുടങ്ങി. പുനരൈക്യപ്പെട്ട വ്യക്തികളുടെ ഒരു അടയാളം അവർ സമൂഹത്തിലെ തെറ്റും ശരിയുടെയും റെഫറൻസുകളാകണമെന്നുള്ളതാണ്.
പിന്നീട് മലങ്കര സഭയിലെ ഈ ഇവാനിയോസ് പിതാവിന് ശേഷം വന്ന ഒരു പിതാവുണ്ട്, ഗ്രിഗോറിയസ് പിതാവ് എന്ന് പറയുന്ന ഒരു പിതാവ്. ആ പിതാവിൻ്റെ തെറ്റും ശരിയും, അല്ലെങ്കിൽ ആ പിതാവിൻ്റെ ആത്മാർത്ഥത നിറഞ്ഞ സമീപനങ്ങളിലെ ഒരു ദേശം തന്നെ റെഫറൻസിനെ കണ്ടിരുന്നു. ആ പിതാവ് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലൊക്കെ മെമ്പറായിരുന്നു. നാട്ടിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളുടെ സമയത്തൊക്കെ ഈ പിതാവിൻ്റെ റെഫറൻസ് പല സമുദായങ്ങൾ, അത് ക്രിസ്ത്യൻ സമുദായങ്ങൾ മാത്രമല്ല, ആ പിതാവിൻ്റെ വീക്ഷണങ്ങൾ അല്ലെങ്കിൽ ആ പിതാവിൻ്റെ തെറ്റും ശരിയും അത് ശരിയാണ് എന്ന് പറയുന്ന തലത്തിലുള്ള വളർച്ച ഈ ഗ്രിഗോറിയസ് പിതാവിനുണ്ടായിരുന്നു. സഭയ്ക്ക് ഇന്ന് അത് വളരെ നഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ സമകാലീന സംഭവങ്ങളിലൊക്കെ ചർച്ച് നോ മോർ ദ റെഫറൻസ് കോർട്ടുകളാണ് നമ്മുടെ തെറ്റും ശരികളെയും ഒക്കെ പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ ചാനൽ ചർച്ചകളാണ് പറഞ്ഞു തരുന്നത്. വെളുപ്പിന് എഴുന്നേറ്റ് 5 മിനിറ്റ് വാട്സപ്പ് നോക്കിയാലാണ് ഇന്നത്തെ തെറ്റും ശരിയും എന്താണെന്ന്, അത് വാട്സപ്പ് തീരുമാനിക്കുകയാണ് എന്താണ് തെറ്റും ശരി. ഗ്രൂപ്പ് മെസ്സേജുകൾ ഡിസൈഡ് ചെയ്യണം എന്താണ് തെറ്റും ശരിയെന്ന്. അങ്ങനെ ഗ്രൂപ്പ് മെസ്സേജുകൾ തെറ്റും ശരിയെയും നിർണയിക്കാൻ തുടങ്ങുമ്പോൾ കൊലപാതകങ്ങൾ റോട്ടിൽ നടക്കും. ഓടിച്ചിട്ട് തല്ലിക്കൊല്ലും ആൾക്കാരെ. കാരണം അവൻ്റെ തെറ്റും ശരിയും അന്ന് കാലത്ത് വാട്സാപ്പിൽ കണ്ട മെസ്സേജാ. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡേഞ്ചറസ്. ഐ ആം വിത്ത് യു. മോബ് വയലൻസുകളുടെ താഴെ ഒരു ഐ ആം വിത്ത് യു ഉണ്ട്. ഒന്നിച്ചു വന്നിട്ട് വി ആർ എന്ന് പറഞ്ഞിട്ട് പുറത്തു വരുമ്പോൾ അതിനെ ഉളർത്തിക്കൊണ്ടുവന്നതിൻ്റെ തെറ്റും ശരികളും വളരെ ഡേഞ്ചറസ് ആയി പുനരൈക്യത്തെയും ഐക്യത്തെയും നശിപ്പിക്കുന്ന വിഷങ്ങളായിട്ട് സമൂഹത്തിനെ കാർന്നു തിന്നില്ലേ. അതിന് വീണ്ടും ഈ ദൈവ സ്വഭാവത്തിൽ പങ്കുകാരാകുന്ന ഐ ആം വിത്ത് യു എന്ന തലങ്ങളിലേക്ക് വളരണം. പിതാവ് അങ്ങനെ വളർന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. I am with you ഈ further push when I say I am with you. ഒരു കുടുംബത്തിലെ ഒരു ഏരിയയിലൊക്കെ അത് കൊടുക്കുന്ന, സുഖപ്പെടുത്തുന്ന, നയിക്കുന്ന, ഒരു ജനതയുടെ മുഴുവൻ തെറ്റും ശരിയുമാകുന്ന ഒരു ഞാൻ ഐ ആം വിത്ത് യു ആയി മാറി എന്ന് വിചാരിക്കുക. പിന്നെ എന്തുണ്ടാവും? ആ വ്യക്തിയോടൊപ്പം ഒരു ആൾക്കാരെ കൂടാൻ തുടങ്ങും. ആ വ്യക്തി ഒരു നേതാവായിട്ട് വളരും. ആ വ്യക്തി ഒരു കൊടിയായിട്ട് മാറും. ആ കൊടി കീഴിൽ എല്ലാവരും നിൽക്കും. അതിനാണ് യഹോവ നിഷി എന്ന് പറയുന്നത്. ഈ യഹോവ എൻ്റെ കൊടി പതാക, ആ പതാകയുടെ കീഴിൽ നിൽക്കും. കാരണം ആ പ്രസൻസ് അങ്ങനെ വന്നു കഴിയുമ്പോൾ ദ ലോർഡ് ഈസ് മൈ ബാനർ എന്ന് പറയും. സോ പിതാവ് ആ ലെവലിലേക്ക് ദൈവ സ്വഭാവത്തിൽ പങ്കുകാരാകുന്നത് കൊണ്ടാണ് ദ പീപ്പിൾ ക്ലസ്റ്റർ അറൗണ്ട് ഹിം. Because they begin to say, പിതാവിൻ്റെ തെറ്റും ശരിയാണ്, ഞങ്ങളുടെ തെറ്റും ശരി എന്ന് പറയുമ്പോൾ പിതാവ് എന്ന കൊടിക്കീഴിൽ അവർ ഒന്നിക്കാൻ തുടങ്ങും. ആൻഡ് വി ക്യാൻ ക്ലിയർലി സേ അത് ദൈവികമായ സ്വഭാവത്തിൽ പങ്കുകാരാകുന്നതിൻ്റെ ചിഹ്നങ്ങളാണ്. പക്ഷേ അതിനെ അനലൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം. ആ കൊടിക്കീഴിൽ വരുന്നത് തെറ്റും ശരിയുടെ റെഫറൻസ് ആയിട്ടും അത് നയിക്കുന്നതിൻ്റെയും സുഖപ്പെടുത്തുന്നതിൻ്റെയും കൊടുക്കുന്നതിൻ്റെയും ഐ ആം വിത്ത് യു ആയിട്ട് വരണം. അല്ലെങ്കിൽ ഏത് കൊടിക്കീഴിലും നിന്നിട്ടും ആൾക്കാരുടെ കഴുത്ത് വെട്ടാം. കൊടി വെച്ചിട്ട് കഴുത്ത് വെട്ടും. ആ കൊടിക്കീഴിലാണ് ആൾക്കാർ നിൽക്കണേ. പക്ഷെ ആ കൊടിക്കീഴിൽ നിന്നിട്ട് കഴുത്ത് വെട്ടുന്നതിൽ ഐ ആം വിത്ത് യു എന്ന് പറയുന്ന സുഖകരമായ കുളിർമയുള്ള അനുഭൂതികളില്ല. അത് പേടിപ്പിക്കുന്ന എന്ന് പറയുന്ന അങ്ങനെയല്ല. അപ്പൊ കൊടികൾക്കും അർത്ഥഭേദങ്ങളുണ്ട്. വളർന്നു വരുമ്പോൾ ഈ ഐ ആം വിത്ത് യു എന്ന് പറയുന്നത് തുറന്നു വരുമ്പോൾ അപരനിലേക്ക് കൂടുതൽ ഒന്നിപ്പിക്കുന്ന തലത്തിലേക്ക് വളരുമ്പോൾ അത് നിശ്ചയായിട്ട് മാറും. വാട്ട് ഹാപ്പൻസ് ദെൻ? അങ്ങനെ ഐ ആം വിത്ത് യു എന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് കരുതുക. ഇപ്പൊ പലപ്പോഴും ഈ കുടുംബനാഥനും വീടിൻ്റെ ഒരു കൊടിയാണ്. ചില അപ്പന്മാർക്കൊന്നും അത് മനസ്സിലാവുന്നില്ല. ആ കൊടിക്കീഴിലാണ് ആ വീട്ടിലെ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടത്. അതിന് അപ്പൻ ആ കുടുംബത്തിന്റെ തെറ്റും ശരിയും റെഫറൻസ് ആവണ്ടേ. ആ അപ്പൻ ആ കുടുംബത്തിന്റെ നായകനാവണ്ടേ. ആ അപ്പന്റെ ഐ ആം വിത്ത് യു എന്ന് പറയുന്നത് ആ കുടുംബത്തിനെ സുഖപ്പെടുത്തുന്ന, കൊടുക്കുന്ന ഒരു അനുഭൂതിയായിട്ട് മാറണ്ടേ. അപ്പൊ അപ്പനെ എത്ര കൊടി കുത്തിയാലും പിള്ളേരൊക്കെ ഓരോ മുറിയിൽ ഓരോ കൊടി കുത്തും. എന്നിട്ട് പറയും എൻ്റെ കുടുംബത്തിൽ ഇപ്പം 5 കൊടി അച്ഛാന്ന് പറയും. അവൻ എന്നോടൊന്നിട്ട് അറിഞ്ഞെന്താ കാര്യം? അവൻ നിശ്ചയാവണ്ടേ. ഈസ് നോട്ട് ഏബിൾ ടു ടെൽ ദ ചിൽഡ്രൻ ദാറ്റ് ഐ ആം വിത്ത് യു.
പള്ളിയിൽ അങ്ങനെ ആവുന്നില്ല. വിഘടനങ്ങൾ, പാരിഷ് കൗൺസിലിൽ വരെ 3 കൊടിയും കൊണ്ടുവരും. അപ്പോൾ പല 3 ആൾക്കാരെ 3 ബാനറുകൾ വെച്ചിട്ട് തല്ലുകൂട്ടും, ബഹളവും. എവിടെ പുനരൈക്യം പറയണേ? പുനരൈക്യത്തിലേക്ക് കടക്കുന്നത് ഒരു ദൈവിക സാമീപ്യമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പുനരൈക്യ ചിന്തകൾ എവിടെ വരുന്നോ അവിടെ ദൈവ സാമീപ്യം വരും. അത് എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്ന, ദൈവ സ്വഭാവത്തിൽ പങ്കാളികളാക്കുന്ന ഒരു ഡൈനാമിസം അവിടെ കയറി വരണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് കൊടുക്കുന്ന യഹോവ ഈറെ, സുഖപ്പെടുത്തുന്ന യഹോവ റാഫ, അല്ലെങ്കിൽ നയിക്കുന്ന യഹോവ റാ, തെറ്റും ശരിയുടെ റെഫറൻസ് ആകുന്ന, ധാർമ്മികതയാകുന്ന യഹോവ തിസ്കോനു, എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്ന ഒരു ബാനർ കൊടുക്കുന്ന യഹോവ നിഷി. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? അത് ഷാലോമാവും. അവിടെ ഞാൻ വിത്ത് യു എന്ന് പറയുന്നത് ആ സ്ഥാനത്തിന്, ആ കൂട്ടായ്മയ്ക്ക് ഷാലോമാവും. മലങ്കരയ്ക്ക് ഒരു വാക്ക് കൂടി പറയും, അത് ഷൈനിയുമാണ്. ഷാലോം ആൻഡ് ഷൈനോ എന്ന് പറയും. സോ മലങ്കര ഈ വചനം പ്രസംഗിക്കുന്നതിന് മുമ്പ് വൈദികൻ പറയും സമാധാനം, എടുത്തുണ്ട് എപ്പോഴും പറയും സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറയും. ഓക്കെ, വചനം വായിച്ചു കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ ആദ്യത്തെ സമാധാനം ഈ ഷാലോം, ഈ ശാന്തി എന്ന് പറയുന്നത് ഷൈനോ എന്ന് പറയും. ശാന്തിയും ഷൈനുമാകും. Okay, it is not only just a kind of order, സമാധാനം, സമൃദ്ധി, kind of well-being. നോ, എല്ലാതും അതിൻ്റെ ആ ഒരു വണ്ടർഫുൾ ഇതിൽ വളരുന്നത്. അത് ഇങ്ങനെ ഐ ആം വിത്ത് യു എന്ന് പറയുമ്പോൾ ആ കുടുംബ ബന്ധങ്ങളിൽ, ഫ്രണ്ട്ഷിപ്പുകളിൽ, ഈവൻ കൃഷിയിൽ, എവറിത്തിങ് ബിഗിൻ ടു ഫീൽ ദ വെൽ-ബീയിങ്. അപ്പോഴാണ് പുനരൈക്യപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. ആ പുനരൈക്യപ്പെടുമ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ ബബിളിങ് ജോയ് ബിഗിൻ ടു എമർജ്. അങ്ങനെ എമർജ് ചെയ്യുമ്പോൾ അറിയണം അത് ദൈവ സ്വഭാവത്തിൽ ആ കുടുംബം ഭാഗമായി കഴിഞ്ഞു. അവിടെ അർത്ഥവത്തായ ഒരു ഞാൻ നിന്നോടുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പുനരൈക്യത്തിലേക്ക് അവർ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ വിളിച്ചവനെ കുറിച്ചുള്ള അറിവിലൂടെ ഇവാനിയോസ് പിതാവ് മലങ്കര സഭയ്ക്ക് ഷാലോമായി കഴിഞ്ഞിരുന്നു. സോ 5 ആൾ വെച്ച് ഒന്നുമില്ലായ്മയിലാണ് തുടങ്ങിയതെങ്കിലും അവിടെ സമൃദ്ധി പതുക്കെ വരാൻ തുടങ്ങി. ഈ മലങ്കരയുടെ ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവരെന്നോട് ഷെയർ ചെയ്യും, പറയും അച്ഛാ ഞങ്ങൾ തുടങ്ങിയപ്പോണ്ടല്ലോ അച്ഛാ വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു ഗ്രൂപ്പായിരുന്നു ഞങ്ങൾ. തിരുവനന്തപുരത്തൊരു അച്ഛൻ, തിരുവല്ലയിലും എൻ്റെ പിതാക്കന്മാർ, അത്രയൊന്നും സാമ്പത്തികം ഇല്ലാത്ത കുഞ്ഞു കുടുംബങ്ങൾ. പുറത്ത് എല്ലാവരും ഞങ്ങളെ ഇവന്മാരാരുടെ വഴിതെറ്റി വന്നവരെന്ന് പറഞ്ഞുള്ള പരിഹാസങ്ങൾ. വീട്ടിലും അത്ര സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പതുക്കെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. എങ്ങനെയൊക്കെ ഞങ്ങളുടെ മക്കൾ പഠിച്ചു. ദൈവം അവർക്ക് ഓരോ വഴികളെത്താൻ കൊടുത്തു. മേ ബി 60കളും 70കളും ഒക്കെ കടന്നപ്പോൾ, 80കളിലേക്ക് കടന്നപ്പോൾ ഞങ്ങൾക്കും ഇത്തിരി സാമ്പത്തികമൊക്കെ ആയി. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമൃദ്ധി വരാൻ തുടങ്ങി. പുനരൈക്യപ്പെട്ടതിന് ശേഷം ഞങ്ങൾക്ക് സമാധാനവും ശാന്തിയും സമൃദ്ധിയും അല്ലാതെ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. പുനരൈക്യപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ ആ ഒരു സമൂഹം തന്നെ പരസ്പരം ഐ ആം വിത്ത് യു എന്ന് പറഞ്ഞതിൻ്റെ ഫലമാണത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഇത് ഒരു തലത്തിലേക്കും കൂടി വളരും. അത് ഈറയാവും, റാഫിയാവും, റായാവും, അത് തിസ്കോനാവും, അത് നിഷിയാകും, അത് ഷാലോമാകും. അങ്ങനെ വളർന്ന് പക്വരായിട്ട് നിൽക്കുന്ന അവരിലെ സാമ്പത്തികമായി സമൃദ്ധിയായി ആ ജനത ഇനി അപരനിലേക്ക് ഒഴുകാൻ തുടങ്ങും. ഈ പുനരൈക്യത്തിൻ്റെ വാർത്താവാഹകരാകും അവർ മറ്റുള്ളവർക്ക് ദാതാവാകാൻ തുടങ്ങും. അതിന് ഒരു തലം കൂടി യാഹോവയുടെ സ്വഭാവത്തിൽ പറയും, ഷമ്മ എന്ന് പറയും അതിനെ എല്ലായിടത്തും, അല്ലെങ്കിൽ ഗോഡ് ഈസ് ദെയർ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഇസ്രായേൽക്കാരെല്ലാവരും പ്രവാസികളായിട്ട് ബാബിലോണിൽ കിടക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ മുഴുവൻ വിചാരിച്ചു ദൈവം ജെറുസലേമിലാണ്, ഞങ്ങളുടെ കൂടെ ഇല്ലയെന്ന്.
അപ്പോൾ ദൈവം ഈ എസെക്കിയേലിനോട് പറയുന്നതാണ്, നിങ്ങൾ എന്താ കരുതിയേ അത് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അവിടെ ജെറുസലേമിലാ? ടെൽ ദം ഗോഡ് ഈസ് ദേർ ഇൻ ദാറ്റ് ബാബിലോൺ, ഇൻ ദാറ്റ് അഗണികളിൽ. പക്ഷേ ഇപ്പോൾ 90 വർഷങ്ങൾക്ക് ശേഷം പുനരൈക്യത്തിൻ്റെ ഫലവുമായി മലങ്കര സഭ മിഷൻ ചൈതന്യത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്നത് കാണുമ്പോൾ ഐ ബിലീവ് പുനരൈക്യത്തിൻ്റെ വേറൊരു തലമാണ് ആ സഭയിൽ പ്രകടമാകുന്നതും പരിശുദ്ധാത്മാ പ്രേരിതമായി ചുരുളഴിയുന്ന പുനരൈക്യത്തിൻ്റെ വേറൊരു തലം പൊന്തി വരികയാണ്. ഇതുവരെ അറിയാത്ത ആളുകളുടെ അടുത്തേക്ക് പോലും പോയി ഐ ആം വിത്ത് യു എന്ന് പറയുകയും പുനരൈക്യത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തെ തുറക്കുകയും ചെയ്യുന്ന ചുരുളഴിയുന്ന ദൈവിക പദ്ധതി അത് നമ്മളെല്ലാവരിലും ഉണ്ടായിരിക്കണം. പിതാവിൽ അത് ഒത്തിരി ആഴത്തിലുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഈ സാന്നിധ്യം അല്ലെങ്കിൽ ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറയുന്ന പുനരൈക്യത്തിൻ്റെ ചുരുളഴിയുന്ന ഈ സാന്നിധ്യം അത് ചക്രവാളങ്ങളെ വികസിപ്പിക്കുന്ന, എല്ലാവരെയും ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു ആധ്യാത്മിക വിശുദ്ധിയാണ്. ഓക്കെ, ഒരിക്കലും ചെന്നെത്തുകയില്ല എന്ന് കരുതിയ മേഖലകളിലേക്ക് പിതാവിൻ്റെ പുനരൈക്യത്തിൻ്റെ സുവിശേഷം പേറി ഇപ്പം മലങ്കരയുടെ മക്കൾ പോകുമ്പോൾ ആ ഒരു പ്രക്രിയയുടെ തുടക്കത്തിൽ അവരോട് കൂടിയായിരിക്കാനും അത് ഈ ബംഗ്ലാദേശിൻ്റെ ബോർഡർ തൊട്ട് വാഘ ബോർഡർ വരെ കിടക്കുന്ന വിസ്തൃതമായ നോർത്ത് ഇന്ത്യയിൽ പുനരൈക്യത്തിൻ്റെ, ഒന്നിപ്പിക്കുന്നതിൻ്റെ, കൊടുക്കുന്നതിൻ്റെ, സുഖപ്പെടുത്തുന്നതിൻ്റെ, നയിക്കുന്നതിൻ്റെ, തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ, കൂട്ടിച്ചേർത്ത് ഒരു സമൂഹമാക്കുന്നതിൻ്റെ, സമൃദ്ധിയുടെ ഷാലോം ഷൈൻ അവർക്ക് കൊടുക്കുന്നതിലൂടെ ഒരു വലിയ ക്ഷമയായി മാറുന്നതിലൂടെ പുനരൈക്യം ഈ സഭയെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് വളർത്തുന്നില്ലേ? ഒരുപക്ഷെ അവർ ഇപ്പോൾ തുടങ്ങുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ സിനഡ് തുടങ്ങുന്നുവെന്നും കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്നൊക്കെ പറയുന്ന സിനഡിനെ പറ്റി ഒരു പ്രാർത്ഥന എഴുതി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ ഈ ഐക്യത്തിൻ്റെ അടയാളവും എന്ന് പറഞ്ഞിട്ട് ആ പ്രാർത്ഥന തുടങ്ങുന്നേ. യേശു ഐക്യത്തിൻ്റെ അടയാളമായിട്ട് തന്നെ പുനരൈക്യത്തിൻ്റെ മക്കൾ നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ തോട്ട്. പുനരൈക്യം കൊടുക്കുവാൻ, സുഖപ്പെടുത്തുവാൻ, നയിക്കാൻ, തെറ്റും ശരിയുടെ നിർവചനമായി എല്ലാവരെയും ഒരു കൊടിക്കീഴിൽ കൊണ്ടുവരാൻ, ഒന്നിപ്പിച്ചുകൊണ്ട് സമാധാനമായി മാറുന്ന, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ പോയി ഇതൊക്കെ ചെയ്യുവിൻ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ സുവിശേഷാത്മകതയാണ്. ഇന്ന് സഭയെ കാണുമ്പോൾ, നമ്മുടെയൊക്കെ അവസ്ഥകളെ കാണുമ്പോൾ, ആർ വി റിയലി ഏബിൾ ടു സേ ഐ എം വിത്ത് യു? ഈ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കോസ്റ്റ് യു. ഈ ഇവാനിയൻ ധ്യാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിലും ഈ ഇവാനിയൻ ധ്യാനത്തിൻ്റെ അന്തരങ്ങളിലേക്ക് അല്ലെങ്കിൽ പിതാവിൻ്റെ സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു എത്തിനോട്ടം ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇറ്റ് കോസ്റ്റ്, എല്ലാത്തിനും ഇറ്റ് കോസ്റ്റ് ടു സേ സമ്മൺ ഐ എം വിത്ത് യു എന്ന് പറയുന്നതിന് കുറേ വിട്ടുകൊടുക്കലിൻ്റെ, സഹനത്തിൻ്റെ ഒക്കെ ഭാവങ്ങളുണ്ട്. അതൊന്നും ഇല്ലാതെ ഒരു ഭംഗിവാക്കിന് ഐ ആം വിത്ത് യു എന്ന് പറയുമ്പോൾ അതൊന്നും പുനരൈക്യത്തിലേക്ക് എത്തിക്കില്ല. അതിലും സംഭവിക്കേണ്ടതാണ്. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ പുനരൈക്യം ഇല്ല എന്ന് തിരിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതകളുണ്ട്. അത് കുടുംബത്തെയോ ഒരു സമുദായത്തെയോ ഒക്കെ കാറ്റിനെ പ്രസവിച്ച് കൊണ്ട് മാറ്റിക്കുന്ന ഒരു അവസരത്തിലേക്ക് നിങ്ങളെല്ലാവരെയും നീക്കും. പള്ളിയെക്കുറിച്ചൊക്കെ ചിന്തിക്കണം, ഈ കോൺവെൻറ്റുകളെ കുറിച്ച് ചിന്തിക്കണം, നമ്മുടെ ആശ്രമങ്ങളെ, നമ്മുടെ സ്കൂളുകളെ, നമ്മുടെ ഹോസ്പിറ്റലുകളെയൊക്കെ. അതൊക്കെ രക്ഷാകരമായ ഐ ആം വിത്ത് യു ആയിട്ട് വളരണം.
അതെങ്ങനെ വളരണം, അതെങ്ങനെയാണ് അങ്ങനെ വളരാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മിൽ പ്രതിബന്ധങ്ങൾ വരുന്നത്? പിതാവ് എങ്ങനെയാണ് ഈ രക്ഷാകരമായ സാന്നിധ്യമാകാനായിട്ട് മല കയറുന്നത്? തൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ഈ ഒരു ധൈര്യത്തോടു കൂടി ഐ ആം വിത്ത് യു എന്ന് പറയാനുള്ള ധൈര്യത്തെ കിട്ടുന്നത്, തന്നെ അതിലേക്ക് സമർപ്പിക്കുന്നത്, അതൊക്കെ അടുത്ത് വരുന്ന പ്രഭാഷണങ്ങളിലും ഇവാനിയൻ ധ്യാനത്തിൻ്റെ വേറെ പല മേഖലകളിലേക്കും നമ്മൾക്ക് കടക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുങ്ങാം. കണ്ണുകളടച്ച് തീവ്രമായിട്ട് ആഗ്രഹിക്കുക, എൻ്റെ കർത്താവേ, ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും അല്ലെങ്കിൽ എൻ്റെ ഇടവകക്കാരോടും എൻ്റെ കൂട്ടുകാരോടും ഒക്കെ ഐ ആം വിത്ത് യു എന്ന് പറയുമ്പോൾ ഈറയായിട്ട് റാഫയായി, റാഹായി, തിഷ്കോനുമായി, നിഷിയായി, ശാലോമായി, ഷമ്മയായി മാറാൻ സ്വർഗം തുറന്ന് അഭിഷേകം തരണമേ. അപരനെ കാണാൻ, അപരനോട് ഹൃദയത്തിൻ്റെ തുടിപ്പോടുകൂടെ പറയാൻ ഐ ആം വിത്ത് യു ഒരാളുടെയെങ്കിലും അങ്ങനെ പറയാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അതിൻ്റെ സഹനങ്ങളെ സ്വീകരിക്കാൻ ഒരു സന്യാസത്തിൻ്റെ ശുദ്ധി നമ്മളിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണെങ്കിൽ we will be blessed, truly blessed. Amen.